അങ്ങനെ യുദ്ധം തുടങ്ങി. മുഗൾ സൈന്യം സറൈഘട്ടിൽ ആധിപത്യം ഉറപ്പിച്ചു. അഹോമിസ് ബോട്ടുകൾ ഓരോന്നോരോന്നായി തകർന്നടിഞ്ഞുകൊണ്ടിരുന്നു. ബ്രഹ്മപുത്ര നദി അഹോമിസ് സൈന്യത്തിന്റെ ചോരയാൽ ചുവന്നു. കൺമുന്നിൽ സ്വന്തം സൈന്യം തകർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു നിൽക്കാൻ ലച്ചിത് ബുർഫഖാന് സാധിച്ചില്ല. എഴുന്നേറ്റു നിൽക്കാൻ പോലും വയ്യാത്ത അദ്ദേഹം തന്റെ പടച്ചട്ട അണിഞ്ഞ് വാളുമെടുത്ത് യുദ്ധത്തിനിറങ്ങി. തന്നെ തടഞ്ഞ സൈനികരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് ഭയം ഓടണമെങ്കിൽ ഓടാം. ഓടിച്ചെന്നെൻ്റെ രാജാവിനോട് പറയണം അദ്ദേഹത്തിന്റെ ജനറൽ പോരാടി മരിച്ചെന്ന്. അതല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ചോരയിൽ എവിടെയെങ്കിലും ഒരു തുള്ളി അഹോമിസ് രക്തമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം, യുദ്ധം ചെയ്യാം. പിന്നീട് അവിടെ നടന്നത് അഹോമിസ് സൈന്യത്തിന്റെ മിന്നൽ വേഗത്തിലുള്ള ആക്രമണമായിരുന്നു. അഹോമിസ് ചെറുബോട്ടുകൾ മുഗൾ കപ്പലുകളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അവരുടെ വേഗതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മുഗൾ കപ്പലുകൾക്കായില്ല. അങ്ങനെ അഹോം സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും ഭയക്കുന്ന രീതിയിൽ മുഗളന്മാർ തോറ്റുമടങ്ങി. യുദ്ധം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ലച്ചിത് ബർഫുഖാൻ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥിതി അത്രയ്ക്ക് മോശമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ലോകം വിട്ടു പോയത് തൻ്റെ രാജ്യം എന്നും സ്വതന്ത്രമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 600 വർഷത്തോളം കാലം ഇന്ത്യയിൽ പല സാമ്രാജ്യങ്ങൾ മാറി മാറി വന്നിട്ടും അഹോമിസ് ജനതയെ മാത്രം തോൽപ്പിക്കാനാവാതിരുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എങ്കിൽ ഇതോടെ കേട്ടോളൂ. ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഏറ്റവും മികച്ച കാഡറ്റിന് നൽകുന്നത് ലച്ചിത് ഗോൾഡ് മെഡലാണ്, അദ്ദേഹത്തെ സ്മരിക്കാനായിട്ട്. സോ നമ്മൾ അറിയാത്തതോ അതോ നമ്മെ ആരും അറിയിക്കാത്തതോ?